പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പലർക്കും ഉള്ള ഒരു പരാതി എന്ന് പറയുക, പ്രാർത്ഥിച്ചിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് ഫലമൊന്നും കാണുന്നില്ല. പലരും ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, കൊല്ലങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഫലം ലഭിക്കുന്നില്ല, നിരാശയായി പോകുന്നു. പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ പലരും ചോദിക്കാറുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. ഉത്തരമില്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല. പ്രാർത്ഥനകളെല്ലാം ഫലദായകമാണ്. ഒന്നെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെയിറ്റ്. ഉത്തരമില്ലാത്ത പ്രാർത്ഥനയില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഫലവത്താവും. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സുവിശേഷത്തിന്റെ മുഴുവൻ രത്നച്ചുരുക്കമെന്ന വേദപണ്ഡിതന്മാർ പറയുക. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുക, സമ്പൂർണമായ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥനയെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ ഉണ്ടാകേണ്ടതെന്ന സുവിശേഷം പറയുക. ഒന്ന്, നമുക്ക് ക്ഷമിക്കുന്ന സ്നേഹം, വിശുദ്ധിയോടെയുള്ള ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന വിശുദ്ധി ഉണ്ടായിരിക്കണം, ക്ഷമിക്കുന്ന സ്നേഹം ഉണ്ടായിരിക്കണം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ. രണ്ടാമത് പറയാം, വിശ്വാസം ഉണ്ടായിരിക്കണം, അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2621 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുക: ദൈവരാജ്യം അന്വേഷിക്കുകയും ശത്രുക്കളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിന്റെ വിശുദ്ധി അറിയുന്നതിനും മനസ്സിലാകുന്നതിനും അപ്പുറം പോകുന്ന പുത്രസഹജവും സജീവവുമായ വിശ്വാസ ആശ്രയത്വം, അനുസരിക്കുകയും അറിയുകയും ചെയ്യുന്നതിന് അപ്പുറം പോകണമെന്നാ പറയുക. പുത്രസഹജമായ വിശ്വാസ ആശ്രയത്വം ഇതുണ്ടാകുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുക. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് പറയുമ്പോഴും പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവത്തെ പറ്റി നമുക്ക് കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 59-ാം അധ്യായം 1-2 വാക്യം ഇപ്രകാരമാ പറയുക: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല,
കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപം അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവം, നമ്മുടെ മുഖത്തേക്ക് നോക്കാത്ത ഒരു ദൈവം. എന്റെ സഹോദരങ്ങളെ, സങ്കീർത്തകൻ പറയുന്നു, ദൈവം നമ്മുടെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ ദൈവമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ദൈവത്തിന് മുന്നിൽ നമ്മളായിരിക്കുക. വിശുദ്ധിയുള്ളവർക്ക് ആ ദൈവത്തെ കാണാൻ കഴിയുക എന്ന വചനം പറയുക. വിശുദ്ധിയോടുകൂടി നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുക. ബലി തന്നെ അർപ്പിക്കേണ്ട എന്ന് പറയുന്ന യേശുദാസനെ നമുക്കവിടെ കാണാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം പറയുക, നിങ്ങൾ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പ് ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലി വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലി അർപ്പിക്കുക. എന്റെ സഹോദരങ്ങളെ, ബലി പോലും അർപ്പിക്കാൻ നമ്മൾ യോഗ്യരല്ല എന്നാ പറയുക. വെറുപ്പ് ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ യോഗ്യരല്ല എന്നാ പറയുക ദൈവം. അതേസമയം നമുക്ക് കാണാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പറ്റി. ആ സ്ത്രീയോട് യേശു എന്താ പറയുക? സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്താണ് യേശുനാഥൻ അവിടെ പറയുക? ഞാനും വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്, ഇനിമേൽ പാപം ചെയ്യരുതെന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ യേശുനാഥൻ വെറുപ്പുള്ളവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ബലി തന്നെ അർപ്പിക്കേണ്ട, പൊക്കോളാനാ പറഞ്ഞത്. പാപം ചെയ്യോ, അന്നത്തെ കാലത്ത് കല്ലെറിഞ്ഞു ചൊല്ലുവാൻ മാത്രം പാപം ചെയ്തോ, അത്ര വലിയ കഠിനമായ പാപം ചെയ്ത ഒരു സ്ത്രീയോട് യേശുനാഥൻ പറയുക, ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് അവിടെ പറയുക. നമ്മുടെ ദൈവം കാരുണ്യവാനാ ദൈവമാ, കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. വിധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും വെറുപ്പുള്ള മനുഷ്യനോട് അവിടെ ബലി പോലും അർപ്പിക്കേണ്ടതെന്ന് യേശുനാഥൻ പറഞ്ഞു വെക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇതിനുള്ള പ്രതിവിധി പറയുന്നുണ്ട്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെളുപ്പിക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെണ്മയുള്ളതാക്കി തീർക്കുമെന്നാ പറയുക. വെറുതെ ഒന്ന് വന്നാ മതി എന്നാ പറയുക, ഒന്ന് ചെന്നാ മതി എന്നാ പറയാ ദൈവത്തിന്റെ അടുത്തേക്ക്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട എന്നാ പറയുക. വെറുതെ വന്നൊന്ന് രമ്യതപ്പെട്ടാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാ അവിടെ പറഞ്ഞു വെക്കുക. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനകൾ കേൾക്കും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാം. യേശുദാസന്റെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് 17-ാം അധ്യായം തന്നെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ വിശുദ്ധീകരിക്കപ്പെടാനാണ് യേശു പ്രാർത്ഥിക്കുക. 17-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാ പറയുക, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുക, അവരും വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന്. എന്റെ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവപുത്രൻ വരെ പ്രാർത്ഥിച്ചു നമുക്ക് വിശുദ്ധീകരിക്കുവാൻ വേണ്ടി. എന്താണ് യേശു പ്രാർത്ഥിച്ചത് നമുക്ക് നോക്കാം. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ സത്യം എന്താണെന്ന് പറയുന്നുണ്ട്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാകുന്നു സത്യം. അപ്പൊ യേശു പ്രാർത്ഥിച്ചത് അങ്ങയുടെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന, ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന യേശു അവിടെ പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെ ഇപ്രകാരമാ പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്റെ സഹോദരൻ, അപ്പോൾ വചനം ദൈവമായിരുന്നു എന്നാ പറയുക.
യോഹന്നാൻ 4:16 പറയുന്നു, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. എന്റെ സഹോദരൻ, അപ്പോൾ യേശു പ്രാർത്ഥിച്ചത് എങ്ങനെയാ? അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന. നമുക്കതൊന്ന് മാറ്റി പ്രാർത്ഥിച്ചു നോക്കാം. സത്യം എന്ന് പറഞ്ഞാൽ വചനമാണ്, വചനമെന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവമെന്ന് പറഞ്ഞാൽ സ്നേഹമാണെങ്കിൽ യേശു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: അവരും സ്നേഹത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ദൈവമേ അങ്ങ് എന്നെ അങ്ങയുടെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്താലാ വിശുദ്ധീകരിക്കപ്പെടുക. സ്നേഹം നിറയുമ്പോഴാ വിശുദ്ധീകരിക്കപ്പെടുക. സ്നേഹത്തിലായിരിക്കുമ്പോഴാ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ദൈവമായിട്ടുള്ള സ്നേഹ സംസർഗമെന്നാ പറയുക. യേശുവിന്റെ ജീവിതം തന്നെ പ്രാർത്ഥനയായിരുന്നു എന്നാ പറയുക. എന്തെന്നാൽ അവിടുന്ന് പിതാവുമായി നിരന്തരമായ സ്നേഹ സംസർഗത്തിലായിരുന്നു. പിതാവുമായുള്ള നിരന്തര സ്നേഹ സംസർഗമാണ് പ്രാർത്ഥന. എന്റെ സഹോദരങ്ങളെ, സ്നേഹത്തിലായിരിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാ. ഒരു ചേട്ടത്തി പറഞ്ഞതാ, പ്രകാരമാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളെപ്പോലെ ഒത്തിരി നേരവും പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. 10-12 മക്കളുണ്ട്. ഇപ്പോഴുള്ള ചേട്ടത്തിമാരാണല്ലോ, ഇപ്പോഴുള്ള ചേട്ടത്തിമാരല്ല, കുറച്ച് പ്രായമുള്ള ചേട്ടത്തി കേട്ടോ. ആ ചേട്ടത്തി പറഞ്ഞത് എങ്ങനെയാ? ചട്ടമുണ്ട് ഉടുത്തൊരു ചേട്ടത്തി. ആ ചേട്ടത്തി പറഞ്ഞത് എങ്ങനെയാ? എനിക്ക് നിങ്ങളെപ്പോലൊന്നും ഒത്തിരി നേരം പ്രാർത്ഥിക്കാനുള്ള സമയമൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാന്ന് ആ ചേട്ടത്തി പറഞ്ഞത്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അടുപ്പിൽ ചാരം വാരുന്ന പണി, രാവിലെ ചെയ്യുന്ന പണിയാ പെണ്ണുങ്ങൾ. പഴയ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുക, ഇപ്പോഴങ്ങനെയല്ല. ഗ്യാസ് കൊണ്ട് കത്തിക്കല്ല, അവർ ചെക്കിയാൽ മതി. പക്ഷേ പഴയ സ്ത്രീകളെ നമ്മൾ നോക്കിയാൽ കാണാം, അവര് അടുപ്പിൽ ചാരം വാരുന്ന ഒരു പണിയുണ്ട്. ആ ചാരം വാരുമ്പോൾ ചേട്ടത്തി ഇങ്ങനെയാ പ്രാർത്ഥിക്കുക: ദൈവമേ, ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ ചാരം പിടിച്ച് കിടക്കുകയാണ്. ഈ അടുപ്പിലെ ചാരം വൃത്തിയാക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ആ ചേട്ടത്തി പ്രാർത്ഥിക്കുക. രണ്ടാമത് ആ ചേട്ടത്തി പറഞ്ഞു, പിന്നെ അടുത്ത് ഞാൻ അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് പണിയാണ് എന്റെ പണി. വിറകൊക്കെ വെച്ച് കാര്യമായിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടൊക്കെ തീ പിടിപ്പിക്കും. അപ്പൊ ഈ ചേട്ടത്തി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ദൈവമേ, അങ്ങ് ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഞാൻ ഈ അടുപ്പിൽ ഈ തീ പിടിപ്പിക്കുമ്പോൾ ഈ പ്രകാശം എന്റെ കുടുംബത്തിന് പ്രകാശമായിരിക്കണം, വഴികാട്ടിയായിരിക്കണമെന്ന് ആ ചേട്ടത്തി പ്രാർത്ഥിക്കുക. പിന്നെ സാധാരണ പണ്ടത്തെ കാലങ്ങളിൽ ഒരു വെള്ളം അടുപ്പിൽ വെച്ച് കുറച്ച് അരി വാരിയിടും, എന്തിനാ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒന്നുമില്ല, റെഡിമെയ്ഡ് സാധനം ഒന്നുമില്ല. ഒരൊറ്റ മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ: അരി വേയിച്ചു കൊടുത്തു വിടുക. ആ അടുപ്പിൽ ആ വെള്ളം വെച്ചിട്ട് ആദ്യം ചെന്ന് ചേട്ടത്തി ചെയ്യുന്ന പണി ഈ അരി കഴുകുന്ന ജോലിയാ. അപ്പൊ ചേട്ടത്തി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ: ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ ചെളി പിടിച്ച് കിടക്കുകയാണ്. ദൈവമേ, ഈ അരി കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് കഴുകി വൃത്തിയാക്കണമേ. എന്റെ സഹോദരനെ, അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ജീവിതമാക്കണമെന്നാ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയാ. എല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുന്നതാ പ്രാർത്ഥന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നവരെയുള്ള ജീവിതത്തിലുള്ള നിങ്ങളുടെ എല്ലാ ജോലികളും ദൈവത്തിന് സമർപ്പിക്കുവാൻ പറ്റുന്നതാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അതാ ദൈവം പറഞ്ഞത്, യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കണം. എന്തു ചെയ്യുകയാണെങ്കിൽ തിരക്കില്ല, അത് ദൈവമഹത്വത്തിനു വേണ്ടി ആയിരിക്കണം. അപ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറുമെന്നാ പറയുക. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, സ്നേഹം വിശുദ്ധീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു. വെറുതെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥന ആണെന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധ ജോൺ മരിയാനി പറയുക: ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ഏക കൃപ അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപയാണ്. നിരന്തരമായി എന്റെ നാവ് കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ശ്വസിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയം അത് ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഏത് സമയം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണ്. അത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ പറയൂ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുക ഈ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോഴുള്ള മാറ്റമാണെന്ന് ഞാൻ പറയും. 1996 ഞാൻ കോഴിക്കോട് DYSP ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു സഹോദരൻ വന്ന് ഭയങ്കര തെറി പറയുന്നു. നമുക്കറിയാം, പോലീസ് സ്റ്റേഷന് മുന്നേ ചെന്ന് തെറി പറഞ്ഞാൽ എന്ത് ചെയ്യും? അവനെ പിടിച്ചകത്താക്കും. ഞാൻ ക്യാബിനുള്ളിൽ അയാളെ കണ്ടില്ല. ഞാൻ
ഉച്ച കേട്ട് ഞാൻ പറഞ്ഞു, തൊട്ടടുത്ത സ്റ്റേഷനിലാണ്, ആ സ്റ്റേഷനിൽ പിടിച്ചാക്കിയേക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു? അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ അവനെ പുറത്തു കൊണ്ടുപോയി വിട്ടു. ഞാൻ വെച്ചു എന്തുകൊണ്ട് അവനെ അവിടെ പിടിച്ചിട്ടില്ല? അപ്പം പറഞ്ഞു, ഇവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ അച്ഛനാണ് അവൻ, അവനെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം, കത്തിയായിട്ടൊക്കെയാണ് വന്നത്. അവൻ്റെ കുറേ ഒരു ഷൂട്ട് കേസിനകത്ത് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് ഒരു കത്തിയായിട്ട് വന്നിരിക്കും അവനെ കൊല്ലാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എടാ നിന്റെ അച്ഛൻ ഇവിടെ വന്നു ഭയങ്കര തെറി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ എന്താ കുഴപ്പം? അവൻ പറഞ്ഞു, സാറേ എൻ്റെ അച്ഛൻ മദ്യപിച്ചാൽ എങ്ങനെയാണ്, വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, നിന്റെ അച്ഛൻ മദ്യപിച്ചാൽ സാറേ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിലായാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മ? എൻ്റെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോയി, 4-5 കൊല്ലമായി. ഈ മദ്യപാനം പ്രശ്നമായിട്ട് അമ്മയെ ഉപേക്ഷിച്ച് പോയി. നീയുമായിട്ട് എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, ഈ പ്രശ്നം വീട്ടിൽ കിടന്ന പ്രശ്നമാണ്, അവിടെ ഞാൻ എൻ്റെ വീട് ഉപേക്ഷിച്ച് ഞാൻ കോട്ടേഴ്സിലേക്ക് പോന്നു. അപ്പോൾ എൻ്റെ പണി കളിയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊല്ലുമല്ലോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത് അച്ഛൻ. ഞാൻ ചോദിച്ചു, നീ അച്ഛനുമായിട്ട് എങ്ങനെയാ? ആദ്യം അവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ അവൻ പറഞ്ഞു എന്നോട് എങ്ങനെയാ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനെയാണെന്ന്. ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സ്വന്തം അച്ഛനെയാണെന്ന് ആ സഹോദരൻ പറയും അവിടെ വെച്ചിട്ട്. ഞാൻ ചോദിച്ചു, നീ എന്ത് പറ്റി? നീ ഈ പ്രായത്തിൽ ഇതുപോലെ വന്ന് ഭൂമിയിലേക്ക് ജനിച്ചതൊന്നും അല്ലല്ലോ, നിന്നെ വളർത്തുവാൻ നിന്റെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരനോട് പറഞ്ഞു, സാറേ ഞാൻ SRC കഴിഞ്ഞ് PDC ഒക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മ നല്ലൊരു ജോലിയുള്ള സ്ത്രീയാണ്, അച്ഛനുണ്ട്. പക്ഷേ ഞാൻ വണ്ടി കഴുകിയിട്ടാണ് ഈ എൻ്റെ വട്ടച്ചെലവുള്ള പൈസയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ സാറേ അറിയോ, 6 മാസം മുമ്പ് എൻ്റെ സ്വന്തം സഹോദരൻ ആക്സിഡൻ്റായിട്ട് മരിച്ചപ്പോൾ, ഇവർക്ക് കാറൊക്കെ ഉള്ള ടീമാ, എൻ്റെ അച്ഛനൊന്നും അവൻ മരിച്ചതിന് സന്തോഷിച്ച് കള്ളു കുടിച്ചവനാണെന്ന്. അവൻ കുറച്ച് നേരത്തെ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് കള്ളുകുടിച്ച് സന്തോഷിച്ചവനാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും സാറ് പറ? ഞാൻ പറഞ്ഞു, മദ്യപിച്ചോറ് ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ കള്ളു കുടിക്കും, ദുഃഖം വരുമ്പോൾ കള്ളു കുടിക്കും, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ കള്ളു കുടിക്കും. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കരുത്. അവൻ പറയുക, എൻ്റെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു പോയി, എൻ്റെ ജ്യേഷ്ഠം മരിച്ചിട്ട് അച്ഛൻ എങ്ങനെയാ പറഞ്ഞത്, പിന്നെ എൻ്റെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല സാറേ, സാർ എന്ത് പറഞ്ഞാലും പറ്റില്ല. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛനെ നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട് എന്നവൻ പറഞ്ഞു. നീ ഈശ്വര വിശ്വാസിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അതേ എന്നവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം, നീ കോട്ടേഴ്സിൽ തിരിച്ച് വീട്ടിലേക്കൊന്നും പോകണ്ട, നീ അവിടെ ഇരുന്ന് രാവിലെ 5 മിനിറ്റ് നേരം ആ പ്രാർത്ഥന ചെല്ലുക, വൈകുന്നേരം 5 മിനിറ്റ് നേരം പ്രാർത്ഥന ചെല്ലുക. ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു, ദൈവമേ എൻ്റെ അച്ഛൻ്റെ മേൽ കരുണയുണ്ടാകണമേ. അപ്പോൾ ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല. അവൻ നോക്കുമ്പോൾ വേറെ ഒന്നും പറയണ്ട, ദൈവമേ അച്ഛനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ മതി, ദൈവമേ അച്ഛൻ്റെ മേൽ കരുണയുണ്ടാകും. രണ്ടോ ചെയ്തോളാം സാറേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു 10 ദിവസം പ്രാർത്ഥിക്കേ, നീ അത്ഭുതം കാണും. ഞാൻ പറഞ്ഞു അവനോട്, ഞാനും പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു അവനോട്. സോടെ അവൻ പോയി. ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചവനോട്, നീ പ്രാർത്ഥിച്ചോ? അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? സാറേ, ഞാനൊരു 3 ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, 3 ദിവസം പ്രാർത്ഥിച്ചു, നിനക്ക് എന്ത് പറ്റി? എൻ്റെ അച്ഛൻ എൻ്റെ കോട്ടേഴ്സിൽ വന്ന് തെറി പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ കോട്ടേഴ്സിൽ വന്ന് തെറി പറഞ്ഞു എന്ന് അവൻ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല, അവന്ന് പറഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛൻ നിന്റെ കോട്ടേഴ്സിൽ വന്ന് തെറി പറഞ്ഞു എന്ന് നീ കേട്ടപ്പോൾ വെറുതെ ഇരുന്ന് നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിച്ചാലേ അത്ഭുതമുള്ളൂ. നമുക്കൊരു മനുഷ്യനെ വെറുതെ ഇരുന്ന് സ്നേഹിക്കുന്നു പറയാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്നു പറയാൻ നമുക്ക് എന്താ അവകാശമാണ്? ഒരവകാശവും നമുക്കില്ല, ഒരവകാശവുമില്ല. അവൻ പെട്ടെന്ന് അവൾ എൻ്റെ മുന്നേ അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ പറഞ്ഞു, സാറേ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, അത്ഭുതം കാണും. എന്റെ സഹോദരനെ അവൻ പ്രാർത്ഥിച്ചു. 10 ദിവസം പോലും ആയില്ല, വളരെ സന്തോഷത്തോടെ അവൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ? എൻ്റെ സാറേ, എന്റെ പിണങ്ങിപ്പോയ എൻ്റെ അമ്മ തിരിച്ചു വന്നു. അച്ഛൻ്റെ ബർത്ത്ഡേ എന്ന് 1 പവന്റെ ഒരു മോതിരം അവൻ അമ്മ അച്ഛന് വാങ്ങിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ അവിടെ സംഭവിച്ചത്? അയാൾ മദ്യപാനം നിർത്തിയിട്ടല്ല ആ സ്ത്രീ മടങ്ങി വന്നത്. ആ സ്ത്രീ നേരിട്ട് പോയി കണ്ട് പറഞ്ഞതല്ല, ഇവൻ പോയി പറഞ്ഞിട്ടില്ല. വെറുതെ ഇരുന്ന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്നേഹം തന്നെയായ ദൈവം സ്നേഹമായി അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, സ്നേഹിക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിലാ പ്രാർത്ഥിക്കാൻ കഴിയുക. സ്നേഹിക്കുന്ന ഒരു ഹൃദയം ദൈവത്തിന്റെ ഹൃദയമാണ്.
അവർക്ക് ആ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക. അപ്പോഴാ ദൈവം പ്രാർത്ഥന കേൾക്കുക. പ്രാർത്ഥന കേൾക്കുന്നത് അപ്പോഴാ. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്നത് എന്താ? പ്രാർത്ഥനയാണ്. സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് വിശ്വാസമാണ്. എന്താണ് ഈ വിശ്വാസം? അവിടെ പറഞ്ഞു വെക്ക, കത്തോലിക്കാ സഭയുടെ മതബോധ കേന്ദ്രത്തില് നമുക്കുണ്ടാകുന്ന വിശ്വാസത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ അനുസരിക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം പോകുന്ന പുത്രസഹജവും സജീവവുമായ ഒരു വിശ്വാസ ആശ്രയത്വം വേണമെന്ന് ദൈവത്തിൽ പറയുക. നമ്മളൊക്കെ നമ്മുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ അറിയുന്നവരാ, അനുസരിക്കുന്നവരാ നമ്മളൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാം നിലയിൽ നിന്ന് നിങ്ങളോട് ആരെങ്കിലും താഴോട്ട് ചാടുക, ഞാൻ പിടിച്ചോളാമെന്ന് നിങ്ങളുടെ അപ്പനോ അമ്മയോ ഇവിടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? നിങ്ങൾ അതനുസരിക്കുവോ? നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അനുസരിക്കുന്നതാണ്, നിങ്ങളുടെ പിതാവിനെ അറിയുന്നതാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ചാടാൻ നിങ്ങളൊന്ന് ശങ്കിക്കും, അല്ലേ? ശങ്കിക്കും, തീർച്ചയായും നിങ്ങൾ ശങ്കിക്കും. എന്നാൽ ഒരു കുഞ്ഞിനോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, 1 or 2 വയസ്സുള്ള ഒരു കൊച്ചിനോട് പറയുകയാണ്, അപ്പൻ പറയുകയാണ്, അല്ലെ അമ്മ പറയുകയാണ്, മോന് നീ ഇങ്ങോട്ട് ചാടിക്കോ, നിന്നെ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞാൽ അവൻ ചാടിയിരിക്കും, യാതൊരു സംശയം. ഇതാണ് വിശ്വാസം. ഇതാണ് നമ്മുടെ ദൈവത്തിലുണ്ടായ വിശ്വാസം. അനുസരിക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം പോകുന്ന പുത്രസഹജമായ സജീവമായ ഒരു വിശ്വാസ ആശ്രയത്വം. ഇത് ദൈവത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവം പ്രാർത്ഥന കേൾക്കുക. നമുക്ക് കാണാം, വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ യേശു നമുക്ക് നോക്കാം. വിശ്വാസം കണ്ടിട്ട് യേശു സൗഖ്യം കൊടുത്ത് നമുക്ക് കാണാം. അവിടെ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്ത് നമ്മൾ കാണുന്നുണ്ട്. 4 പേര് ചുമന്നുകൊണ്ട് വന്നപ്പോൾ യേശു സൗഖ്യം കൊടുക്കുക. അവിടെ വിശ്വാസം കൊണ്ട് പറഞ്ഞ് സൗഖ്യം കൊടുത്തു എന്നാ പറയാ. ആ രോഗിയോട് പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയാ. അവിടെ ക്ഷമിക്കുന്ന സ്നേഹം. ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ, പാപമൊക്കെ കടന്നുകൂടിയാൽ, എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥന കേൾക്കാത്ത മുഖം തിരിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാം. വെറുപ്പ് വിദ്വേഷവും ഒക്കെ മാറ്റി ഹൃദയത്തിൽ ശാന്തത കൈവെടിഞ്ഞ് ദൈവസ്നേഹം വന്ന് നിറയുമ്പോഴാ പ്രാർത്ഥനയായിട്ട് മാറുക. നമ്മളൊക്കെ ഒത്തിരി സഹിക്കുന്നവരാ. എന്തെല്ലാം പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവേ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും, ഒത്തിരിയേറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ നമ്മളൊക്കെ വിട്ടുപോകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? സഹനം. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹിക്കുമ്പോൾ വെറുതെ പാഴാക്കി കളയുക നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ. ദൈവത്തിന് സമർപ്പിച്ചാൽ അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഈ സഹനങ്ങൾ വലിയൊരു പ്രാർത്ഥനയാണ്. സഹിച്ച് വിശുദ്ധയായത് അൽഫോൻസാ പുണ്യവതി. വേറെ ഒന്നും കൂടുതൽ പ്രവർത്തിച്ചായിട്ട് പറയുന്നില്ല. കൊച്ചു തെരേസ്യ പുണ്യവതി ആത്മാക്കളെ നേടിയവളാ. സ്വകരാജ്യത്തിന് വലിയ സന്തോഷമുണ്ടാക്കിയവളാ കൊച്ചു തെരേസ്യ പുണ്യവതി. സഹോദരങ്ങളെ, ആത്മാക്കളെ നേടുമ്പോൾ ആ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുക എന്നാ പറയുക. വേറെ ഒന്നും കൊച്ചു തെരേസ്യ ചെയ്തില്ല. ആ രോഗങ്ങളും പീഡകളെല്ലാം സ്വന്തം സഹിച്ച് ദൈവത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അൽഫോൻസാ പുണ്യവതി പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങളില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുമെന്നാ പറയുക. നമ്മളൊന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ, പീഡകളെ, ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുക. യേശു അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടെ പറയുക? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പറയുക. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുതെന്നായോ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുക. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണ് ഈ പീഡനം എന്ന് പറയുക? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് യേശു പറയുമ്പോൾ വലിയൊരു അർത്ഥം അതിലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊക്കെ ആരൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സ്വന്തപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ആർക്കും വിഷമം ഉണ്ടാകുന്ന അവർക്ക് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവരുടെ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറില്ല. പക്ഷെ നമ്മളെ പ്രാർത്ഥനയ്ക്കിരുന്നാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോയത് അവരെ പറ്റിയാ. എവിടെ പോയാലും ചോറുണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ നിരക്കേടില്ല, എവിടെ നടക്കുമ്പോഴൊന്നും തിരക്കേടില്ല, പള്ളിയിൽ പോയാലും തിരക്കേടില്ല. ഒരൊറ്റ വിചാരമുള്ളൂ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ മനസ്സിലെങ്ങനെ കൊണ്ടു നടക്കും. എന്റെ സഹോദരനെ, ആരാണ് നമ്മുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരിക? നിങ്ങളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ പ്രാർത്ഥനയാകുക.
യേശു പറഞ്ഞത് എന്താ? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൗലോസ് പറയുന്നത് പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയാകുക. നമ്മളെ പീഡിപ്പിക്കുന്നു, അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാ എന്നാ പറയുക. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെ ഏൽപ്പിച്ചവരാണവര്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടക്കാൻ കിട്ടിയ ടീമാണ് ആര്? നമ്മളെ പീഡിപ്പിക്കുന്നവര്, നമ്മളെ ദ്രോഹിക്കുന്നവര്. നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിൽ അനുഗ്രഹം കിട്ടുന്നത് നിങ്ങൾക്ക് ആരും സംശയവുമില്ല. നമ്മുടെ ദൈവം നല്ല ദൈവമാ. ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീതിമാന്റെയും നീതിരഹിതന്റെയും മേലും മഴ പെയ്യിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്തുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹം കിട്ടാതെ പോകുന്നു? അനുഗ്രഹം മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്കിത് കിട്ടാതെ പോകുന്നു? എന്റെ സഹോദരങ്ങളെ, നമ്മൾ കുട പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം കിട്ടാതെ പോകുക. കുട മാറ്റേണ്ടത് ആരാ? നമ്മൾ മാറ്റണം. കുട പിടിച്ച് നിന്നിട്ട് അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കുട എന്ന് പറയുന്നത് വെറുപ്പും വിദ്വേഷമാണ്. യേശു പറയുന്നത് അതാണ്. നിങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോഴാ പ്രാർത്ഥനയാകുക. അപ്പോഴാ വിശുദ്ധീകരിക്കപ്പെടുക. ദൈവസന്നിധിയിൽ പ്രീതികരമായിരിക്കുന്ന അപ്പോഴാ. ഞാനൊന്ന് പറയാ, എത്രമാത്രം നീതിമാനായിരുന്നു നമ്മുടെ ജോബ്. ദൈവത്തെ കണ്ടവനാ. ഒരിക്കൽ പോലും നാവ് കൊണ്ട് ജോബ് പാപം ചെയ്തിട്ടില്ലെന്ന് നമ്മൾ കാണുക. ചർമ്മം അഴുകിയില്ലാതായപ്പോഴും ആ മാംസത്തിൽ ദൈവത്തെ കണ്ടവനാ. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരമാ പറയുക: എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ ഞാൻ എന്റെ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എന്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എന്റെ കണ്ണുകൾ ദർശിക്കും. ദൈവത്തെ കണ്ണുകൊണ്ട് നോക്കി കണ്ടവൻ എവിടെ? മുറിവിന്റെ ഉള്ളിലെ ചിഞ്ഞുനാറി അവന്റെ മാംസത്തിനുള്ളിൽ ദൈവത്തെ കണ്ടവനാ ജോബ്. എന്തുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നമുക്ക് നോക്കാം. നീതിമാനായ ജോബിനെ അനുഗ്രഹിക്കുന്ന എപ്പോഴാ ദൈവം? ഈ പീഡകയെല്ലാം സഹിച്ചപ്പോൾ ജോബിനെ അനുഗ്രഹിച്ചാ പോരെ ദൈവത്തിന്? നീ ഒത്തിരി പീഡ സഹിച്ചു, നീ വിശ്വസ്തനായിരുന്നു, എന്തെല്ലാം പറഞ്ഞിട്ട് നീ എന്നെ തള്ളിപ്പറഞ്ഞില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്നെ കഴിഞ്ഞു പോയതെല്ലാം ഞാൻ നിനക്ക് ഇരട്ടിയായി തരുന്നു എന്ന് ദൈവം അവിടെ പറഞ്ഞിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാ പറയാം: ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന അനുഗ്രഹം കർത്താവ് തിരികെ കൊടുത്തു, അത് ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് നമ്മളവിടെ വായിക്കുക. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറയാ? സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. ആ സ്നേഹിതന്മാർ ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം ഇവരെന്താ കുഴപ്പമെന്ന്. 42-ാം അധ്യായത്തിൽ 7 മുതൽ വാക്യത്തിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ജോബിന്റെ സ്നേഹിതനായ എലിഫാസിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. സ്നേഹിതന്മാരോടും കൂടി, നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ നിങ്ങൾ എന്നെ പറ്റി നന്നായിട്ടല്ല സംസാരിച്ചത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, 7 കാളകളെയും 7 മുട്ടാളകളെയും കൊണ്ടുവന്ന് ജോബിന്റെ അടുത്ത് പോയി ബലിയർപ്പിക്കേ. ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോബിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളുടെ പാപത്തെ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ദൈവം പറയാ, എനിക്ക് നിങ്ങളുടെ പേര് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്ന ദൈവം അവിടെ പറഞ്ഞു വെക്കുക. എനിക്ക് എന്റെ സ്നേഹിതനായ ജോബിനെ പോലെ നിങ്ങൾ എന്നെ പറ്റി നന്നായിട്ടല്ല സംസാരിച്ചത്, ക്രോധമുണ്ടായി എന്നാ പറയാ ദൈവത്തിന് അവിടെ ഇവരെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, വെറുതെ ദൈവത്തെ പറ്റി ഒന്ന് പറഞ്ഞപ്പം ഇത്രമാത്രം കോപിക്കുന്ന, ഇത്രമാത്രം രോഷം കൊള്ളുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? ഒരിക്കലുമല്ല. നിന്റെ പാപം എത്ര കടിച്ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞവനാവൻ, രക്തവർണ്ണമെങ്കിലും കപ്പലി പോലെ വെളുപ്പിക്കുമെന്ന് പറയുന്നവനാവൻ. അവൻ എന്തുകൊണ്ട് വെറുതെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം രോഷാകുലരാകണം? ഞാൻ ശിക്ഷിക്കുമെന്ന് ദൈവം പറയുന്ന അവിടെ. ക്ഷമിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ ശിക്ഷിക്കരുതേ, ഞങ്ങളെ കാലെ പിടിക്കും, ആ കാലെ പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവം പറഞ്ഞത് എന്താ? നിങ്ങൾ ജോബിന്റെ അടുത്ത് ചെല്ലാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു ദ്രോഹം ഒരുത്തരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയാം എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പം അവൻ പറയാ, ഇന്നൊരു കാര്യം ചെയ്ത് ഇന്ന സ്നേഹിതൻ അവനോട് എന്നോട് പറയാൻ പറ, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം. നേരിട്ട് ക്ഷമിച്ചാൽ പോരെ? നേരിട്ട് ക്ഷമിക്കാൻ കഴിയാത്തതാണോ ദൈവത്തിന്റെ? അത്രമാത്രം രോഷാകുലനാണോ ദൈവം? അത്രമാത്രം കഠിന ഹൃദയനാണോ ദൈവം? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമുക്ക് നോക്കാം നമ്മളെ പറ്റി. ഞാൻ നിങ്ങളുടെ എവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മാതാപിതാക്കളെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നും?
എന്ത് തോന്നും? തീർച്ചയായും നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പ്. ഈ ബ്രദർ എന്തായി പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എത്ര നന്നായിട്ട് ജീവിക്കുന്നവരാണ്, അവരെ പറ്റി ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ ഇവൻ എവിടുന്ന് വന്നു? നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ചു പോകും. ഈ ജോബിന്റെ അടുത്തിരുന്ന് ഇവരെന്താ പറഞ്ഞത്? ദൈവത്തെ പറ്റി മോശമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ നീതിമാനായി കാണുന്ന, ദൈവത്തെ ഈ ചീഞ്ഞു നാറിയ മാംസത്തിനുള്ളിൽ കാണുന്ന ജോബിന് എന്ത് തോന്നും? അവരോട് തീർച്ചയായും ജോബിന് ഒരു വെറുപ്പ് അവരോട് തോന്നും. എന്റെ സഹോദരനെ, ആ വെറുപ്പ് ജോബിന്റെ മനസ്സിൽ കിടന്നാൽ ദൈവത്തിന് ജോബിനെ അനുഗ്രഹിക്കാൻ കഴിയില്ല. അവിടെയാണ് ദൈവം പറയുക, നിന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ജോബിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ജോബിന്റെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പോവുകയാണ്. എന്റെ സ്നേഹിതന്മാരെ, എന്റെ ദൈവത്തിന് കുറ്റം പറഞ്ഞ ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ജോബിന്റെ ഹൃദയത്തിലുള്ള വെറുപ്പ് വിദ്വേഷം അവിടെ മാറിക്കിട്ടുക. അതാ യേശു പറഞ്ഞത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ ദൈവം നമ്മുടെ മുന്നിലേക്ക് അനുഗ്രഹം ചൊഴിയുക. ജോബിന് അനുഗ്രഹം തിരികെ കൊടുത്തു, അത് ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാ വചനം പറയുക. നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക? ചില ആൾക്കാർ പറയും, എല്ലാം ദൈവം കാണുന്നുണ്ട്, ഇവനൊക്കെ എന്നോട് എന്തൊക്കെ ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെ എന്നെ പറ്റി പറഞ്ഞു നടക്കുന്നു, ഇതൊക്കെ കാണാൻ മുകളിൽ ഒരാളുണ്ടെന്നാ പറയുക. നമ്മളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്? ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതാ, കാണുന്ന ഒരാൾ മുകളിലുണ്ടെന്ന് ദൈവം. അപ്പൊ നമ്മൾ ദൈവം അവനെ ശിക്ഷിക്കട്ടെ എന്ന് നമ്മൾ പറയാ. ദൈവം അവനെ ശിക്ഷിക്കുന്നവനാണോ? അല്ല, ദൈവം അവനെ ശിക്ഷിക്കുന്നവനല്ല. ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ എത്ര വലിയ പാപം ചെയ്താലും രക്ഷിക്കുന്നവനാ ദൈവം. വെറുതെ അല്ല ദൈവം കുരിശ് മരിച്ചത്, നമുക്ക് വേണ്ടിയാ മരിച്ചത്. പീഡനം സഹിച്ചത് നമുക്ക് വേണ്ടിയാ. അവർ രക്ഷിക്കുന്ന ദൈവമാ, സ്നേഹിക്കുന്ന ദൈവമാ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. അപ്പൊ എല്ലാവരും ചോദിക്കും, യേശു കുരിശിൽ കിടന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചായിരുന്നല്ലോ. എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ, ഇതെന്നിൽ നിന്ന് കടന്നു പോകട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വചനമാ പറയുക, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല എന്നാ എല്ലാവരും വിചാരിക്കുക, നമ്മളൊക്കെ വിചാരിക്കുക അതാ. പക്ഷെ അടുത്ത വാചകം എന്താ പറയുക? 43-ാമത്തെ വാക്യം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ, ഒരു ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയാ. ശക്തിപ്പെടുത്തുവാനെന്ന്, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മളെ അവിടെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസം, നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള വലിയൊരു വിശ്വാസം, അത് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയാകുക. എൻ്റെ സഹോദരൻ, ഞാനിത് പറയാൻ കാരണം, എൻ്റെ മകൻ 14 വയസ്സുള്ള എൻ്റെ മകൻ, ആരോഗ്യമുള്ള മകൻ പെട്ടെന്ന് മരിച്ചുപോയപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. നമ്മുടെ എല്ലാം ദൈവത്തിലുള്ള അടിയറച്ച വിശ്വാസം നമുക്ക് വേണ്ടത്. പ്രത്യാശയായി നമ്മൾ നിരാശനായി പോകും, പ്രത്യാശയില്ലാതെ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് രോഗങ്ങൾ, പീഡകളിലൊക്കെ നമുക്ക് സംഭവിക്കുന്നതാ. നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടു, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവവിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ അവരോട് പറയാ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? റോക്കിയുടെ മകൻ മരിച്ചു എന്ന ദൈവം ഒരാളില്ല എന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്ന് വിശ്വസിക്കാം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഭാര്യയോട്, അവിടെ ഞാൻ തൃശ്ശൂരായിരിക്കുമ്പോൾ എൻ്റെ മകൻ മരിച്ചത്, ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. ഭാര്യ ആദ്യം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ധൈര്യമായിട്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ ഭാര്യ അവിടെ പറഞ്ഞതിനോട്. സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിർത്തുവാൻ, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ പോകാതിരിക്കുവാൻ പ്രാർത്ഥനയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. വിശ്വാസത്തോട് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ നമുക്ക് ദൈവത്തിലായിരിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയിലായിരിക്കുവാൻ. ഞാൻ പറയും, ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾ കുടുംബത്തിൽ നിർബന്ധമായിട്ടും പ്രാർത്ഥനകൾ നിർബന്ധമായിട്ടും ചെല്ലണം. ജപമാല വെല്ലി പ്രാർത്ഥിച്ച വലിയ അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. തിരുക്കുടുംബത്തിന്റെ നാഥയാ മാതാവ്. ജപമാല വെല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു നിൽക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ദമ്പതികളോട് ഒരൊറ്റ വാക്യം ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും പിണങ്ങിക്കിടന്ന് ഉറങ്ങരുത്.
ഉറങ്ങിയാൽ രാവിലെ ഒരാൾ എഴുന്നേൽക്കുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ പറയുക: കോപിക്കാം, പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. പിണങ്ങുന്നതൊന്നും ഒരു കുഴപ്പവുമില്ല, കോപിക്കുന്നതിലൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് അസ്തമിച്ച് കിടന്നുറങ്ങിപ്പോകരുത്. പിണങ്ങിയാൽ നിങ്ങൾ രണ്ടുപേരും കൈകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. ഒരു സഹോദരനോട് പറഞ്ഞത് ഇപ്രകാരമാ: എന്റെ ബ്രദറെ, ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന്. ഒരു സമയം പിണങ്ങിയതാ, കിടന്നുറങ്ങി. രാത്രി 2 മണിക്ക് സമയത്ത് ഈ ഭാര്യ വന്ന് ഇവന്റെ കാലെ പിടിച്ചു. അവൻ കണ്ണൊന്നും തുറന്നു നോക്കിയില്ല. അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അവൻ കണ്ണൊന്നും തുറന്നു നോക്കിയില്ല. രാവിലെ നോക്കുമ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയോ? കിണറ്റിൽ ഭാര്യയും ഒരു കൊച്ചും, 6 മാസം പ്രായമുള്ള ഒരു കൊച്ചും കിണറ്റിലാ കിടക്കുന്നത്. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് അവൻ പറയുക. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ദമ്പതികളോട് ഒരൊറ്റ അഭ്യർത്ഥന, എന്നെ കേൾക്കുന്ന ദമ്പതികളോട് ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും പിണങ്ങി കിടന്നുറങ്ങരുതേ. എന്നെ കേൾക്കുന്ന യുവതിയാക്കളോട് ഞാൻ ഒരൊറ്റ കാര്യം പറയും: നിങ്ങൾ ഒരിക്കലും നോ പറയാൻ മടിക്കരുത്. തെറ്റിനോട് നോ പറയാൻ ഒരിക്കലും നിങ്ങൾ മടിക്കരുത്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സേ നോ. ഒരിക്കലും നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ, 2 നോ പറയുകയാണെങ്കിൽ, 3 നോ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റിപ്പോകില്ല എന്ന് ഞാൻ പറയും. എൻ്റെ സഹോദരങ്ങളെ, എവിടെ നിന്നാണ് ആ ശക്തി ലഭിക്കുക? നമുക്ക് കാണാം, യേശു പ്രാർത്ഥിച്ചത് മരുഭൂമിയിലെ പരീക്ഷയെ നമുക്ക് കാണുന്നുണ്ട്. ഈ 3 കൊല്ലം 33 കൊല്ലം ജീവിച്ച യേശു ആകെ 3 കൊല്ലം ആ പരസ്യജീവൻ നയിച്ചത്. ആ പരസ്യജീവൻ നയിക്കുന്നതിന് 40 രാവും പകലും ഉപവസിച്ചു എന്ന് പറഞ്ഞുക. ഉപവസിച്ചു പ്രാർത്ഥിച്ച യേശുവിന് 3 നോ പറയാൻ, പിശാചിനോട് 3 നോ പറയാനുള്ള ശക്തി ലഭിച്ചു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുക. സഹോദരരെ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നോ പറയാൻ കഴിയുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ നോ പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ജീവിതത്തിൽ തെറ്റുപറ്റുന്നത് നോ പറയാനുള്ള മടി കൊണ്ടാണ്. വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നോ പറയാനുള്ള കൃപ നമുക്ക് ലഭിക്കും. എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ കുടുംബം അനുഗ്രഹിക്കപ്പെടും, സമൂഹം അനുഗ്രഹിക്കപ്പെടും, ഈ ലോകം തന്നെ അനുഗ്രഹിക്കപ്പെടുക. നമുക്ക് കാണാം, പഴയ പൂർവികന്മാരൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. വിശ്വാസത്തോടെ അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നമുക്ക് കാണാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടും. യേശു ജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമുക്ക് അവിടെ കാണുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം അതാ പറയുക: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. എൻ്റെ സഹോദരങ്ങളെ, അത് മാതാവിൻ്റെ പ്രാർത്ഥനയാ, യേശുപിതാവിൻ്റെ പ്രാർത്ഥനയാ. ആ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ദൈവത്തിന് പ്രീതികരനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കണം. നമ്മളൊക്കെ വീട്ടിൽ പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുക. നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതം വഴി. മക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇത്രയും നേരം നിങ്ങളെ പ്രാർത്ഥനയെപ്പറ്റി നിങ്ങൾ കേൾക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഹൃദയവിശുദ്ധിയോടുകൂടി പൂർണ്ണമായിട്ട് നമ്മളെ വെറുക്കുന്നവരെ അവരെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു.